ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു സുപ്രഭാതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ ഒരു മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. മോർണിംഗ് ഡ്യൂട്ടിക്ക് സാധാരണ പോകുമ്പോൾ ഞാൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകാറ്. കാരണം വീട്ടിൽ നിന്ന് ഞാൻ 6 മണിക്ക് ആണ് നമുക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. വീട്ടിൽ നിന്ന് ഞാനൊരു 5:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ 5:30 ഇറങ്ങണമെങ്കിൽ ഞാനൊരു 4:45 എണീക്കണം. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകും. കാരണം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കഴിക്കണത് 10 മണിയൊക്കെയാണ്. ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും നമ്മുടെ ഡ്യൂട്ടിയുടെ തിരക്കൊക്കെ അനുസരിച്ച് 10-10:30 ആവും കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യണത് ഇതാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ 2 പീസ് ബ്രെഡ്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, കുറച്ച് ചീസ്, പിന്നെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ സാധാരണ എരിവുള്ള നല്ല പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഇപ്പോൾ ഇന്ന് എനിക്ക് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറുത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതും നല്ലതാട്ടോ, ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഒപ്പം നല്ലതാണ്. പക്ഷേ നമ്മുടെ എരിവുള്ള ചില്ലി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ എരിവില്ലാത്തത് എന്തെങ്കിലും വെച്ച് ചെയ്യണതായിരിക്കും നല്ലത്. അവർ ഒരു ചെറിയ പീസാണെങ്കിലും എരിവ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പോൾ എരിവില്ലാത്തത് വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇതുപോലെ ഒരു സ്പൂണ് ബട്ടർ ചേർക്കുക. ബട്ടർ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി പേസ്റ്റ് പോലെ മെൽറ്റാക്കി എടുക്കുക നല്ലപോലെ. കാരണം ഇത് ബ്രെഡിൽ തേച്ച് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ ബ്രെഡിൽ തേക്കുമ്പോൾ ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം അതിനെ കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ബ്രെഡിൽ എല്ലായിടത്തും നല്ലവണ്ണം ആവത്തക്ക വിധത്തിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇനി കുറച്ചും കൂടെ ചീസ് വേണം, കുറച്ചും കൂടെ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചീസ് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും കവറായി ഇരിക്കാൻ പാകത്തിന് നല്ലവണ്ണം ചീസ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഒക്കെ വരുമ്പോൾ നമ്മുടെ പിസ്സയുടെയൊക്കെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും വരും. ഇത് സാധാരണ വറ്റൽമുളകും ഉപ്പും ചേർത്ത ഒരു ഇതാണ്. അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരു ഓവനിലോ അല്ലെങ്കിൽ സാധാരണ ഫ്രൈ പാനിലോ വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഓവനിലാണെങ്കിലും സെയിം ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചീസും ബട്ടറും നമ്മുടെ ബ്രെഡും എല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല മെൽറ്റായിട്ട്, ബ്രെഡാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ്, നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ലാണ്. കാരണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ ബട്ടറിലേക്ക് മിക്സായി അത് ചൂടാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ, അതിന് സ്മെല്ലാണ് അതിന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഹെൽത്തിയാണ്, ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ ഇത് ഈവനിങ്ങോ മോർണിംഗോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.